ഞാൻ ഒരു പഞ്ച് EV വാങ്ങിച്ചു. ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഞാനൊരു 1000 കിലോമീറ്ററിൽ അധികം ഓടി. ഫസ്റ്റ് ഇംപ്രഷൻ അത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ സൺറൂഫ് ഇല്ലാത്ത ടോപ്പ് വേരിയൻ്റ്, അതായത് എംപവേർഡ് LR എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് 421 കിലോമീറ്റർ എന്നാണ് മാക്സിമം പറയണത്. ഞാനിപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3-4 തവണ കൊല്ലത്ത് പോയി വന്നു. ഒരു 150 കിലോമീറ്റർ ഓടി വരുമ്പോൾ 50% ബാറ്ററി യൂസപ്പ് ആവുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞാൽ 300 കിലോമീറ്ററെങ്കിലും ഓടണം. പക്ഷേ അത് പ്രാക്ടിക്കലി അത് ഫീസിബിൾ അല്ല. കാരണം നമുക്ക് 0 ചാർജ് ആകുന്നത് വരെ ഓടാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ഈ ഓടിയത് ഒട്ടുമുക്കാലും എക്കോണമി മോഡിലാണ്. ഇടയ്ക്ക് ഓവർടേക്കിംഗ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഒരു സ്പോർട്സ് മോഡിലോട്ട് പോകാറുള്ളൂ. നമ്മളൊരു യാത്ര പോകുമ്പോൾ ചിലപ്പോൾ റോഡ് ബ്ലോക്ക് കാരണം വേറെ ഒരു 10-20 കിലോമീറ്റർ മാറി വളഞ്ഞൊക്കെ വരേണ്ടി വരും. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു റേഞ്ച് ഇട്ട് പോയാൽ ശരിയാവില്ല. കാരണം ഈ പെട്രോൾ പമ്പ് പോലെ എല്ലായിടത്തും ഈ ചാർജിങ് കിട്ടൂലല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു 150 കിലോമീറ്ററിന് 50% യൂസപ്പ് ചെയ്യുമെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഒരു റീസണബിളി നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വളരെ ഒരു മോഡേൺ ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബ്ലാക്ക് പോരാ, ബ്ലാക്ക് അതിൻ്റെ ഫ്രണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ലുക്ക് എന്തായാലും ഇല്ല. പിന്നെ ഡ്യുവൽ ടോണുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ 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 നല്ലതാണ്. അപ്പോൾ ഹോണ്ടയും ഇറ്റിയോസും ഈ സകല ബമ്പും തട്ടും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ല. പിന്നെ ഇത് ഈ പറഞ്ഞ മാതിരി ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് എല്ലാ മോഡേൺ സംഗതികളും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആട്ടോ വൈപ്പർ, റെയിൻ സെൻസിങ് ആയിട്ട് ആട്ടോ വൈപ്പറുണ്ട്. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചിലപ്പോൾ ഒരു 2 തുള്ളി വീഴുമ്പം തന്നെ അത് വൈപ്പ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഗ്ലാസ്സിൽ പൊടിയാണെങ്കിൽ ആ പൊടിയും വെച്ചായിരിക്കും വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ സ്ക്രാച്ച് വീണുകൂടെ എന്ന് നമുക്ക് ആലോചിക്കാം. ഞാനെപ്പോഴും ആട്ടോ വൈപ്പർ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതുപോലെ ആട്ടോ സെൻസിങ് ലൈറ്റുണ്ട്, വയർലെസ് ചാർജറുണ്ട്, പിന്നെ സീറ്റ് വെൻറ്റിലേറ്റഡാണ്, 6 എയർ ബാഗുണ്ട്, സ്പീക്കർ 6 8 എനിക്ക് തോന്നുന്നു 8 ഉണ്ടെന്ന് തോന്നുന്നു, 2 ട്വീറ്ററും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ഈ നമ്മുടെ സ്ക്രീൻ അത് 10 ഇഞ്ചിന് മുകളിലുണ്ട്, വലിയ ഒരു സ്ക്രീനാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ. ആ ക്യാമറ എടുത്ത് പറയേണ്ടതാണ്, വളരെ ക്ലിയറാണ്, എക്സ്ട്രീംലി ക്ലിയർ. പിന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് സാധാരണയിനേക്കാളും ഓപ്പൺ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 90 ഡിഗ്രി ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പിന്നെ ഈ ടയർ പ്രഷർ മോണിറ്റർ. പിന്നെ ക്രൂയിസ് കൺട്രോളുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഇതുവരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിനു വേണ്ടി നീളമുള്ള ഒരു റോഡ് ഇല്ല. റിയർ വ്യൂ മിറർ എല്ലാ നല്ല വണ്ടികളിലുള്ള പോലെ ഓട്ടോ ഡിമ്മിങ് ആണ്. 12 വോൾട്ടിൻ്റെ ഔട്ട്ലെറ്റുണ്ട്, ചാർജറിന് കണക്ട് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ ഹിൽ ഹോൾഡുണ്ട്, ആട്ടോ ഹോൾഡുണ്ട്. അങ്ങനെ മിക്കവാറും നമ്മളൊരു ഒരു പ്രീമിയം വണ്ടിയിൽ പ്രതീക്ഷിക്കുന്ന ഒട്ടുമുക്കാൽ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ്. അത് എപ്പോൾ നമ്മൾ ഓഫ് ചെയ്താലും ഓട്ടോമാറ്റിക്, നമ്മൾ പാർക്ക് ബ്രേക്ക് ഇടണ്ട, വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാർക്ക് ബ്രേക്ക് വരും. ഇറങ്ങുമ്പോൾ ലൈറ്റ്സ് ഓൺ ആണെങ്കിൽ അതിൻ്റെ വാർണിംഗ് വരും. ബോട്ടിൽ ഹോൾഡ് സ്പേസ് കുറവാണ്. അത് തന്നെ ശരിക്കും നമ്മൾ ബോട്ടിൽ ഇടുന്നതിൻ്റെ ഒരു ടെക്നിക്കും കൂടെയാണ്. ചരിച്ചിട്ടാലേ ആ വലിയ ബോട്ടിൽ കയറത്തുള്ളൂ. പിന്നെ ഗ്ലൗ ബോക്സിലൊരു മുകളിലൊരു ചെറിയ ഒരു തട്ട് പോലെയുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ യൂസർ മാനുവൽ വെക്കുക. സസ്പെൻഷൻ വെരി ഗുഡ്, ഒരു സംശയമില്ല, വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സസ്പെൻഷനാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സ്റ്റേബിളായിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഈ ബാറ്ററി എല്ലാം കൂടെ ഇങ്ങനെ താഴെ ഇരിക്കുന്നതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ താഴെ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ബാറ്ററി തന്നെ ഒരു 10-200 കിലോ ഉണ്ടല്ലോ. പിന്നെ ഈ സ്റ്റെബിലിറ്റി കർവ് എടുക്കുമ്പോൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ സ്പീഡിൽ ഇതുവരെ കർവ് എടുത്തിട്ടില്ല, ഞാൻ സാധാരണ അങ്ങനെ എടുക്കാറുമില്ല. പിന്നെ പിക്കപ്പ്, എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക, സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിക്കപ്പ് ഈസ് അമേസിങ്. അത് ഓവർടേക്കിംഗ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഉള്ളി പ്രോബ്ലം ഈസ് നമ്മൾ ഈ സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, നമ്മൾ അറിയില്ല. കാരണം വളരെ ക്വയറ്റായിട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും ഈ 80ക്ക് മുകളിൽ പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഫൈൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് 80ക്ക് മുകളിലാകുമ്പോൾ അതിലൊരു വാർണിംഗ് എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ അതത്ര പ്രോമിനൻ്റ് അല്ല. അപ്പോൾ അതിനൊരു ഓഡിയോ വാർണിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പഞ്ച് സെലക്ട് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഇലക്ട്രിക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എൻ്റെ ഒരു കാറിൻ്റെ യൂസ് ഒന്ന് ഓഡിറ്റ് ചെയ്തപ്പോൾ
ഞാൻ കൊല്ലത്തിനപ്പുറം പോയതാകെ ഒരു തവണയാണ്. എറണാകുളം വരെ ഒറ്റേ തവണയേ പോയിട്ടുള്ളൂ. ബാക്കി 2-3 തവണ എറണാകുളം പോയതും ടാക്സിയിലാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇനിയുള്ള വണ്ടിയിലും ആ ഒരു ഓട്ടമേ വരുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു റേഞ്ച് എനിക്ക് ഹാപ്പിയാണ് ഇതിൻ്റെ റേഞ്ച്. പിന്നെ യൂഷ്വലി എൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിൽ മാത്രമേ ആൾ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റ് എനിക്കൊരു വിഷയമല്ല. ബാക്ക് സീറ്റ് നമ്മുടെ ഈ 5 EVയിൽ അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. സ്പേസ് തീരെ പോരാ. ഈ ബാക്കിൽ AC വെൻ്റില്ല. പിന്നെ 3 പേരിരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി മൂന്നാമത്തെ ആളിനെ സ്ക്യൂസ് ചെയ്ത് കയറ്റേണ്ടി വരും. അത്രയ്ക്കും പോരാ, അത്ര സ്ഥലമില്ല. പിന്നെ റീഡിങ് ലാമ്പില്ല. അങ്ങനെ ഒരു ടോപ്പ് മോഡൽ വണ്ടികളുടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്ക് സീറ്റ് പോരാ. അതിൻ്റെ അർത്ഥം ഒരു ഡ്രൈവറെ വയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ഈസ് നോട്ട് എ ഗുഡ് വെഹിക്കിൾ. നമ്മൾ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വെഹിക്കിൾ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ പെയിൻറ്റും ഫിനിഷും ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല പെയിൻറ്റിങ് ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നാലും ഡീറ്റെയിൽസിൽ അത്ര ശ്രദ്ധ ഇല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആ ഹാൻഡിൽ നമ്മൾ പൊക്കുമ്പോൾ അതിൻ്റെ അടിയിലെ പെയിൻറ്റ് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫൈനർ ഡീറ്റെയിൽസിലൊന്നും നോക്കിയിട്ടില്ല. പിന്നെ പാനൽ ഗ്യാപ്പ് അതും വളരെ സിമെട്രിക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡിക്കിയിലെ സ്പേസ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ പോകാനുള്ള ഒരു വലിയ സൂട്ട് കേസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അതിനകത്ത് കയറില്ല. ഓഫ്കോഴ്സ് ബാക്ക് സീറ്റ് മടക്കി വയ്ക്കാം, ലഗേജ് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാട് തന്നെയാണ്. ഇത് വാങ്ങുന്നത് വരെ എനിക്ക് വാങ്ങി കഴിഞ്ഞിട്ട് ആണ് ഞാനിത് മനസ്സിലാക്കിയത്. അതായത് ഇതിന് സ്പെയർ വീലില്ല. അപ്പോൾ പക്ഷേ അതിന് പകരം ഒരു പങ്ക്ചർ കിറ്റും ഒരു പമ്പും ഒക്കെ തന്നിട്ടുണ്ട്. കാറ്റടിക്കാനുള്ള പമ്പും ഉണ്ട്. റീജനറേഷൻ, അതായത് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് ബാറ്ററി റീജനറേഷൻ അതെല്ലാ ഇലക്ട്രിക് വെഹിക്കിളിലും ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിലെ റീജനറേഷൻ 3 ലെവലുണ്ട്. ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. അതിൽ ഇപ്പോൾ ഈ ലെവൽ 1 ഇടുമ്പോൾ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളൊരു 3rd ഗിയറിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ആക്സിലറേറ്റർ കാലെടുക്കുന്ന ആ ഒരു ഫീൽ, ആ ഒരു റിട്ടാർഡേഷൻ വരും. അതേസമയം 3യിലിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോയിട്ട് കാലെടുക്കുമ്പോൾ വണ്ടി എങ്ങനെ സ്ലോ ആവും, അമ്മാതിരി അങ്ങ് സ്ലോ ആവും പെട്ടെന്ന്. പക്ഷേ അത് ഈ നമ്മുടെ ഗിയേർഡ് വണ്ടിയിലെ ഫസ്റ്റ് ഗിയറുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ ഒക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് കുറച്ച് സ്പീഡിലല്ലേ പോകാൻ ഒക്കും, ഒരു 30-40 മേലെ പോകാനേ പറ്റില്ല. അതേസമയം നമ്മളിവിടെ ഇത് ഫോർ എക്സാമ്പിൾ 80 കിലോമീറ്റേഴ്സിൽ പോവുകയാണ്, കാലെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട പോലെ അങ്ങ് സ്പീഡ് അങ്ങ് കുറയുകയാണ്, അതായത് ബ്രേക്ക് പോലെ കുറയുകയാണ്. അത് ചിലപ്പോൾ ഡേഞ്ചറസ് ആകും. ഒരിക്കൽ ഞാൻ എൻ്റെ ബാക്കിലൊരു സ്കൂട്ടറുകാരൻ വളരെ വെപ്രാളപ്പെട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിലെ കിഴുക്കാന്തൂക്ക് എന്ന് വെച്ചാൽ ഒരു 45 ഡിഗ്രി അതിൽ ഞാൻ ഈ 3 റീജനിലിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്കേ ചെയ്യേണ്ട കാര്യമില്ല, കാലെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ആൾമോസ്റ്റ് നിൽക്കുകയാണ്. അത് മാറ്റാതെ ഞാൻ ഹൈവേയിൽ പോയപ്പോൾ പറ്റിയ ഒരു സംഭവമാണിത്. ഞാൻ കാലെടുത്ത് വണ്ടിയില്ല ഠുമ്മെന്നും പറഞ്ഞങ്ങ് റിട്ടാർഡായി. അപ്പോൾ സ്കൂട്ടറുകാരൻ ആൾമോസ്റ്റ് എന്നെ കൊണ്ടിടിച്ചു. കാരണം ബ്രേക്ക് ലൈറ്റ് കത്തൂല. നമ്മൾ ബ്രേക്കിൽ കാലി ചവിട്ടിയെങ്കിലല്ലേ ബ്രേക്ക് ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്താത്തത് കൊണ്ട് പുള്ളിക്ക് ഈ വണ്ടി റിട്ടാർഡ് ചെയ്യുന്നത് പുള്ളിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഡേഞ്ചറുണ്ട്. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പം എപ്പോഴും 1-ലോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഹൈവേയിൽ വേണമെങ്കിൽ ഇതുമില്ല റീജൻ ഇല്ലാതെ തന്നെ പോവാം. അപ്പോഴേക്കും ഈ പറഞ്ഞ മാതിരി നമ്മൾ എടുത്ത മൊമെൻറ്റം കാലെടുക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമല്ലോ. പക്ഷേ സിറ്റിയിലൊക്കെ ഈ പറഞ്ഞ മാതിരി റീജൻ വളരെ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഡിക്കി ഓപ്പണിങ് മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാ കാറിലും അങ്ങനെ തന്നെ ഡിക്കിയും കാറും ഒക്കെ ഓപ്പൺ ചെയ്യാൻ കീ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നാൽ മതി. നോട്ട് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധനം കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട്, അപ്പോൾ ഞാൻ ഹെൽപ്പറോട് പറഞ്ഞു അത് വണ്ടിയിലിരിപ്പുണ്ട്. അപ്പോൾ ഈ ഹെൽപ്പർ വന്ന് അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്, ഞാൻ ആ വണ്ടിയിലെ കുറച്ച് അകലെ, വളരെ അകലെയല്ല കുറച്ചടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കീ എൻ്റെ കയ്യിലായതുകൊണ്ട് അയാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അയാൾ ഓപ്പൺ ചെയ്തെടുത്തിട്ട് പോയി. ഞാൻ തിരികെ വന്ന് നോട്ടം എവിടെ നമ്മുടെ കീ കയ്യിലുണ്ടെങ്കിൽ വേറെ ആർക്കും ഇത് തുറക്കാൻ പറ്റും, നമ്മൾ അടുത്താണെങ്കിൽ. ഞാൻ വണ്ടി വാങ്ങിച്ചിരുന്നപ്പോൾ വിചാരിച്ചിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാറ്ററിയുടെ എല്ലാ നീഡും ഈ റീചാർജബിൾ ബാറ്ററി എന്നാണെന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ ലൈറ്റ്, സെൻട്രൽ ലോക്കിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതിനൊക്കെ ശരിക്കും സാധാരണ കാറുകളിലുള്ള പോലെ തന്നെ ഒരു ചെറിയ ബാറ്ററി, ലോ വോൾട്ടേജ് ബാറ്ററി ഉണ്ട്, 12 വോൾട്ട്. അതിൽ നിന്നാണ് അതിൽ പോകുന്നത്.
ഈ നമ്മുടെ കാർ ഓടിക്കാനും എനിക്ക് തോന്നുന്നു AC മതി എന്നാണ് തോന്നുന്നത്. ആ ബാറ്ററി വളരെ എന്താ പറയുക വോൾട്ടേജ് കൂടിയാണ്, ഏതാണ്ട് 400 വോൾട്ട് എങ്ങാണ്ടാണ്. ഐ മീൻ നമ്മുടെ വീട്ടിലെ കണക്ഷനേക്കാളും വലിയ വോൾട്ടേജ്. അതും എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന കാര്യമാണ്. കാരണം അത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പേടി വന്നേനെ, ഇത് വല്ല ഷോക്ക് കിട്ടുമോ. ഈ ഡിക്കി അടയ്ക്കുന്നത് വളരെ ഹെവി ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഒരിക്കലും അത് അടച്ചപ്പോൾ അടഞ്ഞില്ല, അത് നമ്മളോട്ട് അറിഞ്ഞുമില്ല. ആക്ച്വലി നമ്മൾ അകത്ത് ആളുണ്ടെങ്കിൽ പറയും, ഈ പറഞ്ഞ മാതിരി ഡിക്കി ഓപ്പൺ ആണെന്ന് അവർ അനൗൺസ് ചെയ്യും. പക്ഷേ ഇതിപ്പം വെളിയിൽ നിന്ന് അടച്ചതുകൊണ്ട് അതും കേട്ടില്ല. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ബാറ്ററി ഡ്രെയിൻഡായി, ആൾമോസ്റ്റ് 0 ആയി. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റ്, വൈപ്പർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ സാധാരണ കാറിലെ പോലെ ഒരു ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാർ ഓടുന്നത് AC മാത്രമാണ്, ഈ ഹൈ വോൾട്ടേജ് ബാറ്ററി. അപ്പോൾ ഈ മുഴുവൻ ബാറ്ററിയും പോയി കഴിഞ്ഞാൽ വണ്ടി തുറക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. ഡിക്കി അടയ്ക്കുന്നത് കൃത്യമായിട്ട് അടയണം, അല്ലെങ്കിൽ അതിനകത്തുള്ള ലൈറ്റ് കിടക്കും. ആ ലൈറ്റ് കിടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ കംപ്ലീറ്റ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഈ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ്, അത് ഫ്രണ്ട് സീറ്റിൽ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ കോ പാസഞ്ചർ ഇരുന്നില്ലെങ്കിൽ അവിടുത്തെ ബെൽറ്റ് ഇട്ടില്ലെങ്കിലും അലാം വരില്ല. കാരണം ലോഡ് സെൻസറുണ്ട് ഫ്രണ്ട് സീറ്റിൽ. ബാക്ക് സീറ്റിൽ ലോഡ് സെൻസർ ഇല്ല. അപ്പോൾ ബാക്ക് സീറ്റിൽ ആളില്ലെങ്കിൽ ഈ സംഗതി കിടന്ന് ടിങ് ടിങ് എന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ആണത്. അപ്പോൾ അതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ, ഞാൻ കണ്ട പരിഹാരം, ആളില്ലെങ്കിലും ഞാൻ ആ സീറ്റ് ബെൽറ്റ് അങ്ങ് ഇട്ട് വെക്കും. അപ്പോഴേക്കും അത് ശല്യമില്ലാണ്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ അതിങ്ങനെ 1 മിനിറ്റ് ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ബാക്ക് സീറ്റിൻ്റെ ആ സീറ്റ് എന്താ പറയുക, ഹെഡ് റെസ്റ്റ് പൊക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിന് ബാക്ക് വ്യൂ ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് പരമസുഖം. ഞാൻ ഈ പറഞ്ഞ മാതിരി കൊല്ലത്ത് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ വണ്ടി എടുക്കില്ലായിരുന്നു. കാരണം അതൊരു ബുദ്ധിമുട്ടാണ്, ഒരു ഇഫർട്ടാണ്. പക്ഷേ ഇത് വന്നതിന് ശേഷം ഞാനിപ്പോൾ ആൾറെഡി ഒരു 3-4 തവണ പോയി കഴിഞ്ഞു. ആകെ 1-1.5 മാസമല്ലേ ആയുള്ളൂ എടുത്തിട്ട്. നമുക്ക് അടുത്ത ഒരു ടൗൺ വരെ മാത്രം പോയാൽ മതിയെങ്കിൽ, ഉദാഹരണമായിട്ട് കൊല്ലം വരെ അല്ലെങ്കിൽ കന്യാകുമാരി വരെയൊക്കെ പോയാൽ മതിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലോങ് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു EV പഞ്ച് ഒരു സ്യൂട്ടബിൾ സംഭവമല്ല. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെയും ചാർജ് ചെയ്യാൻ നിൽക്കണ്ടേ. ചാർജ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചാർജിങ്ങിന് ചിലപ്പോൾ ക്യൂ കാണും. ചാർജിങ്ങിന് ക്യൂ ഇല്ലെങ്കിൽ പോലും 1 മണിക്കൂർ നമുക്ക് അവിടെ ഇരുന്നല്ലേ പറ്റൂ. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജ് 1 മണിക്കൂറുണ്ട് 10 to 80 എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അതൊരു ബുദ്ധിമുട്ടാണ്. വളരെ പൊക്കമുള്ളവരാണെങ്കിലും ഇത് അത്ര ഒരു സ്യൂട്ടബിൾ വെഹിക്കിളാണെന്ന് തോന്നണില്ല. നമ്മുടെ ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലിസ്കോപ്പിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈറ്റുള്ള ആൾ ഇരുന്ന് സീറ്റ് നന്നായിട്ടങ്ങ് ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ റീച്ച് പ്രശ്നം വരും. ഇത്രയൊക്കെയാണ് ആദ്യത്തെ 1000 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞുള്ള എൻ്റെ അഭിപ്രായം. താങ്ക് യു ഫോർ വാച്ചിങ്.